യുസബ്ബിഹു ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർദ്. ആകാശഭൂമികളിലെ സകലമാന ചരാചര വസ്തുക്കളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹ് പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാ സൃഷ്ടികളും, ജീവനുള്ളതാവട്ടെ ജീവനില്ലാത്തതാകട്ടെ, അള്ളാഹ് സൃഷ്ടിച്ചതായ സൃഷ്ടികളുണ്ടല്ലോ, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ തസ്ബീഹിൻ്റെ മഹത്വമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. സുബ്ഹാനല്ലാഹ് എന്ന് പറയലോട് കൂടിയിട്ട് അള്ളാഹുവിനെ എല്ലാവിധ കുറവുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും മുക്തനാക്കുന്നു എന്നുള്ള പരാമർശമാണ്. എല്ലാവിധ അപക്വതകളിൽ നിന്നും പൂർണ്ണനായവൻ അള്ളാഹുവാന്, അവൻ എത്ര പരിശുദ്ധവാനാണ്. ഇതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള സുബ്ഹാനല്ലാഹ് എന്ന് പറയൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ഒരു പദമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്രാ മിഅ്റാജ് രാവിലേക്ക്, ആ ഒരു രാവിൻ്റെ സമയത്ത് ആകാശലോകങ്ങളിലേക്ക് സ്വർഗം നരകമടക്കമുള്ള എല്ലാവിധ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളും കാണിച്ചു കൊടുക്കാൻ വേണ്ടി രാപ്രയാണം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത് സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ എന്നാണ്. അവിടെ അള്ളാഹുവിനെ പരിശുദ്ധമാക്കുന്നു എന്നാണ്. ഒരു പക്ഷേ അന്നത്തെ കാലത്ത് ഒന്നാലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലത്തെ പോലുള്ള അതിവേഗത്തിൽ ഓടാവുന്ന വാഹനങ്ങളൊന്നുമില്ലാത്തൊരു കാലം. ആ സമയത്ത് ഒരു രാത്രി കൊണ്ടാണ് രാപ്രയാണമായിട്ട് അള്ളാഹ് തൻ്റെ അടിമയെ കൊണ്ട്, മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പ്രയാണം നടത്തിയത്. അത്തരത്തിൽ ഒരു കുറവും അതിൽ അള്ളാഹ് വരുത്തിയിട്ടില്ല. അങ്ങനെ കുറവുണ്ട് എന്ന് പറയാൻ ഒരു ബുദ്ധിക്കും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ ഒരു അത്ഭുതത്തെ അള്ളാഹ് പരിശുദ്ധമാക്കിയത് സുബ്ഹാന എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ്. അതൊക്കെ അള്ളാഹുവിന് വളരെ എളുപ്പമായ കാര്യമാണ്. അള്ളാഹു തന്നെ സുബ്ഹാൻ എന്ന് തന്നെ പറ്റി പ്രഖ്യാപിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആകാശഭൂമികളിലെ സകലതും അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു എന്ന് സൂറത്തുൽ ഹശ്റിൽ അള്ളാഹ് ഉപയോഗിച്ചതും യുസബ്ബിഹു ലില്ലാഹി മാഫിസ് സമാവാതി വമാഫിൽ അർദി എന്നാണ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതായിട്ടുള്ള സകലതും അള്ളാഹുക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു. അതുപോലെ തന്നെ സൂറത്ത് റൂമിൽ കാണാൻ പറ്റും ഫസ്ബഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ എന്ന് കാണാൻ പറ്റും. രാവിലെയും വൈകുന്നേരം എല്ലാ സമയത്തും സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ആ ഒരു പരാമർശം ഇങ്ങനെയും വിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഈ ഒരു സുബ്ഹാന എന്ന് തുടങ്ങുന്ന ഈ ആയത്തുകളുടെ അർത്ഥഗനിയിലേക്ക് നമ്മൾ ഊളിയിട്ട് ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അവസാനം പറഞ്ഞ സൂറത്ത് റൂമിലെ തന്നെ വ്യാഖ്യാനം നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യ പടപ്പും അള്ളാഹുവിന് നിരന്തരം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കണമെന്ന്. പുലർച്ച സമയത്തും പ്രദോഷ സമയത്തുമെല്ലാം സുബ്ഹാനല്ലാഹ് പറയാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. ഈ കാണുന്ന രൂപത്തിലേക്ക് പ്രപഞ്ചത്തിൻ്റെ ക്രിയേഷൻ, അതിൻ്റെ നിർമ്മിതി അള്ളാഹ് ആക്കി തന്നല്ലോ. എത്ര വലിയ പരിശുദ്ധവാനാണ്. ഒന്ന് മൊബൈൽ എടുത്തുകൊണ്ട് യൂട്യൂബിലൊക്കെ ഈ കോസ്മോസിനെ സംബന്ധിച്ച്, പ്രപഞ്ചത്തെ സംബന്ധിച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ എന്തൊരു അത്ഭുതമാണ്. ആ പ്രപഞ്ചത്തിലെ ഒരു ചെറിയൊരു പുള്ളി മാത്രമാണ് ഈ പറയപ്പെടുന്ന ഭൂമി എന്ന് പറയുന്നത്. നാം ഈ കാണുന്ന നക്ഷത്രങ്ങളൊക്കെ എത്ര വലിയ അത്ഭുതമാണ്. ഇത് തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഉണ്ടാകുന്ന ആ ഒരു സൽസലത്തിനെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആനിൽ തന്നെ സൂറത്തു സൽസലയിൽ പറയുന്നുണ്ട്, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി തന്നെ ഒരു കുലുക്കം കുലുങ്ങിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഖിയാമത്ത് നാളിനെ വർണ്ണിച്ചുകൊണ്ട് അള്ളാഹ് പറയുന്നുണ്ട്. ആ ഖിയാമത്ത് നാളിൻ്റെ സമയത്ത് ഈ കാണുന്ന എല്ലാ ഗ്രഹങ്ങളും അതിൻ്റെ സംക്രമണ പാതയിൽ നിന്നും മാറിക്കൊണ്ട് പരസ്പരം കൂട്ടിമുട്ടിക്കൊണ്ട് ഇവിടെ വലിയൊരു പ്രകമ്പനം സംഭവിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ പറയപ്പെടുന്ന ഈ നിമിഷം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ നിയന്ത്രിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര വലിയ പരിശുദ്ധവാനാണ്. ആ പരിശുദ്ധവാനായിട്ടുള്ള അള്ളാഹുവിനെ സ്തുതിക്കേണ്ട നമ്മളൊക്കെ. നമുക്കറിയാം, ഈ ആധുനിക പരിജ്ഞാനമൊക്കെ നേടിയെടുത്തുകൊണ്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രലോകത്തിലെ ഓരോ വ്യക്തികളും ഓരോ ആളുകളും പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ്, മനുഷ്യൻ്റെ കണ്ണിലെ കാഴ്ചയെ സംബന്ധിച്ചാണ്. പാമ്പിൻ്റെ കണ്ണിലെ കാഴ്ചയെ പോലെയല്ല മനുഷ്യൻ്റേത് വളരെ ക്ലിയറായിട്ട് ലോകത്തെ കാണാൻ പറ്റുന്ന രൂപത്തിലാണ് അള്ളാഹ് മനുഷ്യൻ്റെ കണ്ണുകളെ സൃഷ്ടിച്ചത്. എന്നാൽ പലതരം മൃഗങ്ങളും, ഓരോ മൃഗങ്ങളുടെയും കാഴ്ചകൾ പരിശോധിച്ചാൽ ഓരോന്ന് പല രൂപത്തിലാണ് കാണുക. ലോകത്തെ പച്ച നിറത്തിൽ കാണുന്നവരുണ്ട്, ചുവപ്പ് നിറത്തിൽ കാണുന്നവരുണ്ട്, ചിലതിനെ മാത്രം കാണുന്നവരുണ്ട്, ചില സമയങ്ങളിൽ അതിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ജീവികളുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ കണ്ണുകളുടെ അത്ഭുതമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ.
അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഓരോന്നും നോക്കൂ, വിരൽത്തുമ്പുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഈ വിരൽത്തുമ്പുകൾ ഒരു മനുഷ്യൻ്റേതും ഒരേപോലെ ആയി വരില്ല എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെയും ഹദീസിലൂടെയും അള്ളാഹ് വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് തന്നെ മഹാത്ഭുതമാണ്. അള്ളാഹു എത്ര വലിയ പരിശുദ്ധവാനാണ്. മാത്രമല്ല ഈ പരിശുദ്ധിയെ വാഴ്ത്തുക എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്. ഹദീസിൽ കാണാൻ പറ്റും, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ, നാവിന് വളരെ എളുപ്പമായ 2 കലിമത്തുണ്ട്, 2 പദങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആനിൻ്റെ ഈ അർത്ഥതലങ്ങളെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്ന അള്ളാഹുവിനെ പരിശുദ്ധമാക്കുന്ന ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി നാവിന് വളരെ ലഘുവായതാണ്, പക്ഷേ അത് മീസാനിൽ ഭാരമുള്ളതാണെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഇത്തരത്തിൽ മീസാനിൽ ഭാരം തൂങ്ങാൻ വളരെ കാരണമാകുന്ന ദിക്റാണ് ഈ തസ്ബീഹ് എന്ന് പറയുന്നത്. നാവിന് അത് ചെല്ലാൻ വളരെ സുതാര്യമാണ്, മീസാനിൽ അത് വളരെ ഭാരമുള്ളതാണെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിൽ കാണാൻ പറ്റും, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ 100 മറ എന്ന് പറയുന്ന ഹദീസ് കാണാൻ പറ്റും. ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ ചൊല്ലിയാൽ അവൻ്റെ പാപങ്ങൾ കടലിൻ്റെ നുരയെപ്പോലെ ധാരാളമുണ്ടെങ്കിൽ പോലും, കടലിൻ്റെ തിരമാലകൾ കൂട്ടിമുട്ടുന്ന സമയത്തുണ്ടാകുന്ന പതയുണ്ടല്ലോ, ആ പതയോളം ധാരാളമുണ്ടെങ്കിലും അതൊക്കെ മാഞ്ഞു പോകുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പതിവാക്കണം, അള്ളാഹുവിനെ പരിശുദ്ധമാക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ പരിശുദ്ധമാക്കുന്ന ഒരു ശൈലി മുഅ്മിനിൻ്റെ ജീവിതത്തിൽ കണ്ടുവരണം. അള്ളാഹുവിനെ സകലമാന ന്യൂനതയിൽ നിന്നും പരിശുദ്ധമാക്കുക. ആ പരിശുദ്ധമാക്കലിലൂടെ നടക്കുന്നത് മനുഷ്യൻ്റെ പാപങ്ങളൊക്കെ മായ്ക്കപ്പെടുന്ന ഒരു സംവിധാനമാണ്, ഒരു അനുഗ്രഹമാണ്. പാപങ്ങൾ കടലിൻ്റെ നുരയോളം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മായ്ക്കപ്പെടുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, അലാ അദുല്ലുക് അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധിഗനികളിൽപ്പെട്ട ഒരു നിധി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് സുബ്ഹാനല്ലാഹ് എന്ന് ഉൾപ്പെടുന്ന ദിക്റുകളെയാണ്. ആ ദിക്റിൻ്റെ മഹത്വമാണ് സ്വർഗത്തിലെ ഖനിയായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ നമുക്ക് പ്രധാനമായിട്ട് ഈ ദിക്റിനെ പതിവാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടുള്ള ഈ ദിക്റിനെ പ്രധാനമായിട്ടും രാവിലെ സമയത്ത് വിശുദ്ധ ഖുർആൻ നിർദ്ദേശിച്ച പ്രകാരം രാവിലെ സമയത്തും വൈകുന്നേര സമയത്തുമൊക്കെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്ന ദിക്റിനെ നമുക്ക് പതിവാക്കാം. അതുപോലെ തന്നെ നിസ്കാരങ്ങൾക്ക് ശേഷം 33 തവണ നിസ്കാരങ്ങൾക്ക് ശേഷമുണ്ട്. അത് ചെല്ലാതെ എണീറ്റ് പോകാൻ പാടില്ല. അത് അത്രക്കും മഹത്വമുള്ളതാണ്. സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ നമുക്ക് ചെല്ലാം. മാത്രമല്ല അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വം കണ്ടുമുട്ടിയാൽ, നമ്മൾ കണ്ടത് വളരെ അത്ഭുതം കൂറുന്ന, കണ്ണിന് ഇമ്പമേറുന്ന, അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ അവിടെ സുബ്ഹാനല്ലാഹ് അള്ളാഹ് എത്ര പരിശുദ്ധവാനെന്ന് പറയൽ സുന്നത്താണ്. അതുപോലെ തന്നെ തെറ്റായ കാര്യം കേൾക്കുന്ന സമയത്ത്, അള്ളാഹുവിനെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അള്ളാഹു അവിടെ പരിശുദ്ധവാനാണെന്ന് പറയൽ പ്രത്യേകം നന്മയുള്ള കാര്യമാണ്. മാത്രമല്ല എപ്പോഴും എവിടെയും സാധാരണ ദിക്റായിട്ടും സുബ്ഹാനല്ലാഹി വബിഹംദിഹി അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന ദിക്റിനെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റഹിമഹുല്ലയെ പോലുള്ള, ഇമാം നവവി തങ്ങളെ പോലുള്ള ആളുകളൊക്കെ മികച്ച ദിക്റിൽപ്പെട്ട ഒന്നായിട്ട് സുബ്ഹാനല്ലാഹയെ വിശദീകരിച്ച് വർണ്ണിച്ച് പറയുന്നുണ്ട്. രാവിലെയും വൈകുന്നേരം സ്ഥിരമായിട്ട് ഈ ദിക്റിനെ പതിവാക്കണമെന്ന് നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായിട്ട് അവർ ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദിക്ർ എന്ന് പറയുന്നത് ഷാഫിഈ റഹിമഹുല്ല ഇത് എപ്പോഴും ചെല്ലൽ സുന്നത്താണെന്ന് ഇവരുടെ ഗ്രന്ഥങ്ങളിലേക്ക് രേഖപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ് എന്നാണ് ആ ദിക്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ പലതരത്തിലുമുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി തുടങ്ങിയിട്ടുള്ള, ഇതിനോട് ചേർത്തിട്ടുള്ള സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ തുടങ്ങിയിട്ടുള്ള പലതരത്തിലും ഈ തസ്ബീഹിനെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഈ ഒരു അള്ളാഹുവിനെ വിശുദ്ധമാക്കിക്കൊണ്ടില്ല, അള്ളാഹുവിനെ തൻസീഹ് ചെയ്തുകൊണ്ടുള്ള ഈ ദിക്ർ അത് ഈമാനിനെ ശക്തിപ്പെടുത്തുന്ന, ഈമാനിനെ ശുദ്ധീകരിക്കുന്ന ഒരു ദിക്റായതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ദിക്റിനെ പതിവാക്കാൻ ശ്രദ്ധിക്കുക. കൂട്ടത്തിൽ തന്നെ ഹംദും വേണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അള്ളാഹുവിനെ പരിശുദ്ധമാക്കിയിട്ട് ഈ ഹംദും കൂട്ടി ചെല്ലുന്ന സമയത്ത് അത് പൂർണ്ണ ദിക്റായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ വാക്ക് വലിയ പ്രതിഫലം നമുക്ക് നൽകുന്ന വലിയ വാക്കാണ്. ചെറിയ വാക്കാണെങ്കിലും വലിയ വാക്കാണ്. ഹൃദയത്തെ ശുദ്ധമാക്കുന്ന ഒരു മാർഗമായതുകൊണ്ട് തന്നെ നിസ്കാരത്തിലും രാവിലെയും വൈകുന്നേരം എപ്പോഴൊക്കെ ഒഴിവായിട്ട് മനുഷ്യൻ്റെ മനസ്സിന് തോന്നുന്നുണ്ടോ ആ സമയത്തൊക്കെ ഇത് ഉരുവിട്ടുകൊണ്ട്
ജന്നത്തിലേക്കുള്ള ഒരു ലളിതമായ വഴി നമ്മൾ തിരഞ്ഞെടുക്കണം. സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. സ്വർഗത്തിലേക്ക് ഒരു മുഅ്മിനായ മനുഷ്യൻ എത്തിപ്പെടണം. അതാണ് അവൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവിധ വഴികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വഴിയിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ ഇനി മുഅ്മിനായ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മളൊക്കെ സ്വീകരിക്കണം. അല്ലാതെ ഇത്തരം മാർഗങ്ങളൊക്കെ കണ്ണടച്ചുകൊണ്ട് അന്ധത അഭിനയിക്കുന്ന രൂപത്തിലേക്ക് ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യൻ ആവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട തസ്ബീഹ് എല്ലാ ചരാചരങ്ങളും ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കൂട്ടത്തിൽ ബുദ്ധിയുള്ള വകതിരിവുള്ള സൃഷ്ടികളിൽ അത്യുന്നതനായ മനുഷ്യ സമൂഹം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യണം. അല്ലാഹു തസ്ബീഹ് ചൊല്ലുന്ന മുസബ്ബീങ്ങളായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.